ഹായ്! വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. നമ്മുടെ തെരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്ന് ഇന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ എണീച്ചിടാൻ കേട്ടോ. കുറച്ച് നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടുള്ള ഒരു എണീക്കലായിരുന്നു. പക്ഷെ അത് ഇത്ര വേഗം ഇല്ലാണ്ടാവുമെന്ന് വിചാരിച്ചില്ല. കുറേ ദിവസമായി നമ്മുടെ വീട്ടിൽ നല്ലൊരു മീൻകറിയും ചോറൊക്കെ കൊണ്ടുവരും. എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ടുള്ള ഉണ്ടാക്കലും പോക്കും വേറെ വെക്കല്ലേ. അപ്പം ഞങ്ങൾ ഒരുമ്പ് ഇട്ടിട്ട് ഞങ്ങൾ വിചാരിച്ചു കുറച്ച് അയിലൊക്കെ മേടിച്ചിട്ട് അന്ന് കറി വെക്കാന്നൊക്കെ വെച്ചൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ എണീച്ച് നമ്മൾ രാവിലത്തെ പരിപാടിയോട് തുടങ്ങുകയാണ്. എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നത് അരി അടപ്പത്തിടുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ 3 കപ്പ് ചോറാണ് കേട്ടോ 2 നേരത്തേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി വെക്കുന്നത്. അത് ഞാനും രണ്ടും കഴിച്ചെങ്കിൽ കഴിച്ചു അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ അരിയൊക്കെ അടുപ്പത്തിട്ട് അത് കഴുകാൻ അപ്പോഴേക്കും നമ്മൾ ഈ കലത്തിൽ വെള്ളം നിറച്ച് അടുപ്പത്തേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളം തിളയ്ക്കുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് അരിയൊക്കെ കഴുകിയിട്ട് കിടക്കണം. നേരെ വെളുത്തിട്ട് എന്തായാലും പരപരാന്ന് വെളുത്ത് വരുന്നുള്ളൂ. അപ്പോൾ അതിനിടയിൽ നമ്മുടെ അനിയേട്ടൻ കൃത്യനിഷ്ഠയുള്ള എൻ്റെ ഭർത്താവ് ഗുളിക വേണ്ട വന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. എനിക്കാണെങ്കിൽ ഗുളിക കഴിക്കാൻ ഇങ്ങനെ ഒരു മടി. എൻ്റെ പൊന്നോ! തന്നെ എന്താ ഇപ്രാവശ്യം 2 പ്രാവശ്യം മെൻസസ് ആയി. അങ്ങനെയും കുറെ ഉപകാരങ്ങളുണ്ടാവും. തൈറോയിഡ് ഗുളിക കഴിച്ചിരിക്കും. അപ്പം ഞാൻ മെൻസസ് എന്നോട് ഇത്രയൊക്കെ പറ്റുമല്ലോ. എന്തെങ്കിലുമൊക്കെ പറ്റണ്ടേ? അല്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യന്മാരാണോ? അങ്ങനെ ദേ നമ്മുടെ അനുവായിട്ട് രാവിലെ എണീച്ചിട്ട് അനുവായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. ഞങ്ങൾ രണ്ടാളും കൂടെ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെറുപടാന്ന് കാര്യങ്ങൾ കഴിയും ട്ടോ. വീട്ടിലെല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കിപ്പോൾ ചെയ്ത് തീർക്കാൻ പറ്റില്ല കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് രാവിലെ എണീച്ച് ഉണ്ണാനുള്ള കാര്യങ്ങൾ നോക്കി ഭക്ഷണമൊക്കെ വെച്ച് വെച്ചിട്ടാണ് നമുക്ക് ഷോപ്പിൽ നിന്ന് പോകുമ്പോൾ ചില ദിവസമൊക്കെ 10 മണി, 11 മണി, 12 മണിയാവും. അപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത്രയും തിരക്കുണ്ടോ ഒരു ഷോപ്പിൽ നിന്ന്. നമുക്ക് ഓൺലൈനിൽ അപ്പോൾ ഓർഡർ വരുന്നതനുസരിച്ച് നമ്മൾ പാക്ക് ചെയ്തിട്ടാണ് വരിക കേട്ടോ. അങ്ങനെ നമ്മൾ അരിയൊക്കെ അടുപ്പത്തിടാൻ വെച്ചിട്ട് ശേഷം ഞാനിനി ഉണക്കപ്പയർ ഉപ്പേരിയാണ് കേട്ടോ. അത് വെച്ച് കഴിഞ്ഞ് പിന്നെ അച്ചു അതാകുമ്പോൾ ഉപ്പേരിയാകുമ്പോൾ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഉണക്കപ്പയർ ഉപ്പേരി കൂട്ടിയിട്ട് ചോറുണ്ണാം മീൻകറി കൂടി ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. ആ വെള്ളം തിളച്ചേക്ക് അരി ഇട്ടപ്പോൾ തിളച്ച വെള്ളം വയറുമിക്ക് ഒന്ന് ഉറ്റി. അതൊന്ന് ചെറുതായിട്ട് ചൂടായി. അതിനേട്ടാ വയറുമിക്കായത് അറിഞ്ഞില്ല അല്ലേ? വയറുമായത് അറിഞ്ഞില്ല. മാക്സിമയ്ക്ക് വീണെന്നുള്ളൂ. പക്ഷെ വയറുമിക്ക് കൊണ്ടുപോയിട്ട് നല്ല നല്ല ചൂടുണ്ടായിരുന്നു. പൊള്ളിയില്ല എന്ന് മാത്രം. അപ്പോൾ ഈ നമ്മുടെ അനുവേട്ടൻ്റെ കൈയ്യണ്ട അവിടെ ചെരുകുമ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടു. എന്തോ ഞങ്ങൾക്ക് കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ. ആരുടെയോ പ്രാക്കാണോ ചെയ്തു കൂട്ടണോ ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് പ്രശ്നങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണ് നമ്മുടെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല. ഒരു പ്രശ്നവും ഇല്ലാണ്ട് സ്മൂത്തായി പോയിരുന്ന വീട് ഇപ്പോൾ നാനാഭാഗത്തേക്കായി മാറുകയാണ്. എന്താണ് അവസ്ഥ എന്നൊന്നും അറിയില്ല. എന്തെങ്കിലാവട്ടെ വരുന്നോടത്ത് വെച്ച് കാണാനാണ് നമ്മൾ ഇതിൽ ചൊല്ലി. ചില 2 ദിവസം മുന്നേ തീരെ ഉറക്കം കിട്ടിയിട്ടില്ല എനിക്ക്. എൻ്റെ 2, 3 മണിക്കൂർ ഉറങ്ങാണ്ട് ഇങ്ങനെ കുറെ കിടന്നു തൊട്ട് ഞാൻ എൻ്റെ ഏട്ടനും. അങ്ങനെ നമ്മളിതേ മീൻ കറി വെക്കാൻ വേണ്ടി അയിലല്ല മീൻ വരിഞ്ഞു, അയില വരിഞ്ഞു, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇടാറുള്ളൂ. ആർഭാടായിക്കോട്ടെ വെച്ച് കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. എന്തായി ആർഭാടം? ഒക്കെ കൊണ്ട് നശിപ്പിച്ചു. അങ്ങനെ നമ്മളിത് അയില കഥ ഇവിടെ കിടക്കണുള്ളൂ. ഞാൻ കഥ ആദ്യം പറയണില്ല അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ അയില നല്ല ആത്മാർത്ഥമായിട്ട് കുടുക്കന് പറഞ്ഞിട്ട് പരിപ്പ് കറിയും അയില വറുത്തതും സ്കൂളിലേക്ക് വേണമെന്ന്. അപ്പം ആ ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്തു. കുഞ്ഞ് മത്തി ഈ പരിഞ്ഞുള്ള മത്തിയാന്ന് പറഞ്ഞപ്പോൾ അതും മേടിച്ചു. അതും വരിഞ്ഞു മസാല കുരുമുളകും ഉപ്പും മുളകും പൊടിയൊക്കെ ഇട്ട് അതും മാറ്റി നമ്മളൊരു പ്ലേറ്റിലാക്കി ഫ്രീസറിലേക്ക് വെച്ചോട്ടാ ഏട്ടാ എന്നിട്ട് അത് ഫ്രീസറിലേക്ക് വെക്കാൻ കൊടുത്തു. അങ്ങനെ നമ്മുടെ അടുത്തത് മീൻ കറിക്കുള്ള തയ്യാറെടുപ്പാണ്. നമ്മുടെ അതിനായിട്ട് നാളികേരം ചിരിക്കുന്നു. നാളികേരം ഇട്ടു. അതിലേക്ക് ഇന്നെല്ലാം നല്ല ടേസ്റ്റിൽ വെക്കാനുള്ള ഒരൊറ്റ പ്ലാനിങ്ങിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, തക്കാളി ഒക്കെ ഇട്ട് നല്ല മസാല അടിപൊളിയിൽ അരപ്പ് സെറ്റ് ചെയ്തു. ഞാൻ മുളകും പൊടി, മഞ്ഞൾപ്പൊടി ഇടാറില്ല. ഇന്ന് മല്ലിപ്പൊടി കിടക്കട്ടെ. നമ്മൾ കുറേ ദിവസമായില്ലേ ഇന്നലെ മീൻ കറി കൂടി പണ്ടത്തെ ഒരു ടേസ്റ്റൊക്കെ ആവാം എന്ന് വെച്ച് അത് ദേ ചാന്ത് പോലെ അരയ്ക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് കട്ടൻ ചായ വെക്കണം. അതിനായിട്ട് വയറ് കത്തിയിട്ട് വയ്യാണ്ട് അതിനായിട്ട് കട്ടൻ ചായ വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ദേ നമ്മുടെ അരപ്പൊക്കെ സെറ്റ് ചെയ്ത് കൊടുന്ന് അത് ചട്ടിയിലേക്കാണ്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം അരപ്പിലേക്കുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കിനി ആവശ്യമുള്ളത് അതിലേക്ക് കല്ലുപ്പ്, പിന്നെന്താ തക്കാളി, കൊടംപുളി, ചുവന്നുള്ളി, ഇഞ്ചി, കറിവേപ്പില.
ഇതൊക്കെയാണ് ഇനി നമ്മുടെ അരപ്പിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ഈ പെട്ടെന്ന് ചെയ്യണത് ഞാൻ എന്ത് ചെയ്തു, വേഗം പണികൾ കഴിയണ്ടേ. അരപ്പൊക്കെ കത്തിച്ച് എവിടേക്കാണ് മീൻകറി സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല. ചൂടാകുമ്പോഴേക്കും നമ്മളിതൊക്കെ ചതച്ചുകൊണ്ട് ഇടാം എന്ന് കരുതി കേട്ടോ. വേഗം പണികൾ കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ അമ്പലത്തിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്കൊന്ന് അമ്പലത്തിൽ പോകാനായിട്ട് രാവിലെ നേരത്തെ പണി കഴിഞ്ഞാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കറിവേപ്പിലിട്ടു, കണ്ടോ, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചുവന്നുള്ളി ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുടംപുളി നമ്മൾ ആവശ്യത്തിനുള്ള പുളിക്കനുസരിച്ചുള്ള കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഉറക്കം വരുന്നത്. കോട്ടയിടാൻ പോയതാ, കോട്ടയൊക്കെ ഇട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശം ഇഞ്ചിയും ചുവന്നുള്ളിയും ചതച്ചിട്ടു. അപ്പോൾ ഏകദേശം എല്ലാവരും ആയി. ഇനി അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. തക്കാളി ഇട്ട് കൊടുത്തിട്ട് തോന്നുന്നു. ആ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഇട്ട് നന്നായി കുടംപൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ഞാനൊന്ന് ഇളക്കി നോക്കി. കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മീൻ ഇട്ടിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീനിയും ചട്ടിയിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി വെച്ചിട്ട്, നോൺ സ്റ്റിക്ക് എന്ന് പറയാമെന്ന് മാത്രം. അങ്ങനെ വറ്റൽമുളക് ഒരു 4, 5 ഞാൻ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ എനിക്ക് അതാ ഇഷ്ടം. അങ്ങനെ നമ്മുടെ മീൻകറിയുടെ ചട്ടിയിൽ തളയൊക്കെ വന്നപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങളൊക്കെ പറക്കി ഇട്ട് കൊടുത്തു. അതിൽ കൂട്ടി ചോറുണ്ണാളെ അങ്ങനെ വേണ്ടിയിട്ട് ചെറുക്കിയോടെ. അങ്ങനെ നമ്മൾ ആ മുളക് ചുട്ടെടുത്തു. അതിലേക്ക് നാളികേരത്തിലേക്ക് വറ്റൽമുളക് ചുട്ടതും ഒരു പച്ചമുളകും 4 കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് മീൻ കറിയിൽ നമ്മൾ പച്ചമുളക് ഇട്ടില്ല എന്ന്. ഓർമ്മപ്പെടുത്തൽ എന്തിനാ, അതുകൊണ്ട് തൊണ്ട് തൂരിക്കണം എന്നുള്ള അവസ്ഥയായി. അങ്ങനെ നമ്മൾ ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞിട്ട് അപ്പോൾ അത് കാച്ചാൻ വേണ്ടിയിട്ട് അത് അരിഞ്ഞ് വെച്ചു. കുറച്ച് ചമ്മന്തിക്ക് ഇട്ടു. അപ്പോൾ ചമ്മന്തിയുടെ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കട്ടോ. എനിക്കിഷ്ടം ഇങ്ങനെ ഇഞ്ചി ഇടരുത്. ഇഞ്ചി ഇട്ട് ഞാൻ വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ ഒരു ചെറിയ നമ്മുടെ നെല്ലിക്കയുടെ വലിപ്പത്തിൽ കുറച്ച് പുളി എടുത്തു. അത് കഴുകി അതിട്ട് കൊടുത്തു. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അരച്ചെടുക്കരുത്, ചതച്ചെടുക്കുക. ഞാൻ വെള്ളം ഒന്നും ചേർക്കില്ല. ഇത് ജസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുക. ഈ ചതച്ച ചമ്മന്തി കുറച്ച് പച്ചവെളിച്ചെണ്ണ വെച്ചിട്ട് ചോറിലൊന്നും ഇങ്ങനെ പരട്ടി മീൻ കിട്ടിയിട്ട് കുറേ കിട്ടാം. മീൻ കുറേ നാട്ടിൽ കിട്ടാറില്ല. എന്നും ചെറിയ മീനുകളാണ് ഞങ്ങൾക്ക് ഇഷ്ടാട്ടാ. ചെറുതാ അതല്ല, ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ ചെമ്മീൻ കൂട്ടും എല്ലാം കൂട്ടും. നത്തോലി അച്ചുവിനും ഇഷ്ടമില്ല. അച്ചുവിന് ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും വെട്ടുമീൻ അല്ലെങ്കിൽ അയില, ചെറുകില അയില. അപ്പോൾ കുറേ ദിവസമായി അയിലിട്ടപ്പോൾ ഇന്ന് അയിലിട്ടപ്പോൾ അല്ലെങ്കിൽ ഇപ്പം ഞാൻ 2 തരം കറി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അച്ചുവനെല്ലാം കറിയുടെ ഒന്നും കൂട്ടില്ല. ഇനി മീൻ കറി വയ്ക്കുമ്പോൾ സമാധാനമുണ്ട്. അല്ലെങ്കിൽ കഴിക്കാത്ത വയ്ക്കുമ്പോൾ ടെൻഷനാണ്. പിന്നെ വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു. ചതച്ചെടുക്കണം. കറിവേപ്പില ചായക്ക് പോയിരുന്നില്ല. ചമ്മന്തി കുടംപുളിയിൽ പുളി കുറച്ച് കുറവ് 2 കുടംപുളി ഞാൻ എക്സ്ട്രാ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇരുന്നാവട്ടെ. അയിലയുടെ വലിയ മണമൊന്നും ഇല്ല കേട്ടാ. ഇല്ലല്ലോ, മീൻകറി തിളയ്ക്കുമ്പോൾ അയിലയുടെ സ്മെല്ല് വരില്ലേ? മീൻ തേട്ടതില്ല കേട്ടോ. കണ്ടറിയണം ഇന്നത്തെ മീൻകറി. കൂടുതൽ നമ്മൾ കൊതിച്ചു കഴിഞ്ഞാലേ ഇങ്ങനെ വല്ല ട്രാജഡി കിട്ടും. ആ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വെച്ചാൽ നമ്മൾ മേടിച്ചാലോ. പിന്നാണ് ഞങ്ങള് കുറേ നാളുകൾക്ക് ശേഷം ഇതുപോലെ ഞങ്ങള് എന്തിനാ പോയി അവിടേക്ക് കുണിക്ക് ക്രീം കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ വേണ്ടി പോയി. പീസ് കേക്ക്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ പീസ് കേക്ക് ഇല്ല. ഞങ്ങളുടെ അടുത്തല്ലേ ഷോപ്പ് അടച്ചിരുന്നു. ഞാൻ അവിടെ അടച്ചിട്ട് ഞാൻ വരുന്നത് അവിടെ നല്ല മീൻ വറുത്ത സ്മെല്ലുണ്ട്. പൊന്നോ. അപ്പോൾ നോക്കിയപ്പോൾ ആ ബേക്കറിയുടെ മുന്നിൽ
ചെറിയ അയിലക്കണ്ണി അയിലപ്പാര അങ്ങനെ പോലെ അത് വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നി, പിന്നെ കത്തിച്ചാളാം നമുക്ക് കഴിക്കാൻ പറ്റും, ഉണ്ടോക്ക് കഴിക്കാൻ പറ്റും, മുള്ള കഴിക്കാനും. അപ്പം എനിക്ക് തോന്നി ഈ മീൻ മേടിച്ചോണ്ടിട്ട് അവരിപ്പോൾ വറുത്തതാണെന്ന് ഇവിടെ സ്മെല്ല്. അത് മേടിച്ചില്ലെങ്കിലോ ആ വീട്ടുകാരുടെ കാര്യം കഷ്ടമായി. കുറേ നാളെ നമ്മൾ കഴിച്ചിട്ട് അതുകൊണ്ടാ തോന്നുന്നു കൂടുതൽ നമുക്കൊരു ആഗ്രഹവും പൂതി എല്ലാം ഉണ്ടായിരുന്നു അല്ലേ? അനിയേട്ടൻ എന്തിനു വേണം? ഞാനിപ്പോ മണം പിടിച്ച് കിടക്കുക. അവിടെ നാളെയും പറഞ്ഞില്ലേ ഇതേമാതിരി ആ വഴിക്ക് ഇപ്പൊ ഉപ്പേരി വല്യങ്ങാടിയിലേ ഉപ്പേരി മുളകെന്ന് ഭയങ്കര മണാണല്ലോ. അത് നമ്മള് ഞങ്ങളുടെ വീടിന്റെ മുന്നില് വരുമ്പം ഉപ്പേരി പറഞ്ഞിട്ട് ഭയങ്കര മണം. ചിലപ്പോ നമ്മുടെ വീട്ടിലെ മണം നമുക്കാരുണ്ടാവും, പുറത്തേക്ക് സ്മെല്ല് പോവാൻ. അപ്പൊ അരക്കിലോ പറഞ്ഞു 50 രൂപ. അപ്പൊ ചോദിച്ചു വേണ്ട, നീ കൊണ്ടുപോയിട്ട് നല്ല മീനാണെങ്കിൽ കുറ്റബോധമാവുണ്ടല്ലോ. 1 കിലോ മേടിച്ചു വന്ന് 10 മിനിറ്റ് നന്നാക്കലും 1/2 മണിക്കൂർ കൊണ്ട് നന്നാക്കലും മാർക്കലും മേശയെ പറ്റിയില്ലേ? മീൻ എന്തായിരുന്നു സ്പീഡ് തീറ്റി. 1 കിലോ കുഞ്ഞേര് വറുത്തത് എവിടെ പോയിന്ന് ആരും ആ വാലുമ്പോ ഒരു ഇതുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ കത്തിരിയുടെ വാലിന്റെ സൈഡ് മൊത്തം കട്ട് ചെയ്ത് തുടങ്ങി. നല്ല മീനായിരുന്നു, നല്ല വറുത്തത് കൂട്ടിട്ട് കുറേ നാൾക്ക് ശേഷം കുറച്ച് ചോറ്. ഇപ്പൊ കുറേ ദിവസമായിട്ട് ചോറും കാര്യങ്ങളൊന്നും ശരിക്കില്ല. ഉപ്പ് കുറവാ, മീൻ്റെ സ്മെല്ല് ഉപ്പ് ഇറങ്ങിയിട്ടില്ല. മീൻ്റെ സ്മെല്ല് ഇറങ്ങിയിട്ടില്ല. ചമ്മന്തി അടിച്ച സത്യം പറയട്ടെ, ഞാൻ കുറേ നാളത്തെ ഒരു ആഗ്രഹമുണ്ട് കുഞ്ഞിനോട് പറഞ്ഞിട്ടോ ഒന്ന് മേടിച്ച്. എനിക്ക് ഇതൊന്ന് ഓർഡർ ചെയ്യണമെന്ന് അറിയില്ല. പച്ചക്കറി റോസ്റ്റ് ചെയ്ത് വരുന്ന സാധനം ചേർ എടുത്തോട്ടെ. സത്യമായിട്ടൊരു റിവ്യൂ ആണ് വേണ്ടത്, ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ. ഇനി ആരും മേടിച്ച് കാശ് കളയണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞല്ലോ. വേണ്ടത് കടിച്ചിട്ട് ഒരു ആവൂല്ല കേട്ടോ. ഒരു ടേസ്റ്റില് ആകെ കുഞ്ഞ് പേരെ കൊണ്ട് കളയാട്ടോ. ഇവിടെ വെച്ചിട്ട് വെക്കാം, തിന്നാൻ പറ്റാട്ടോ. വായ കേടായി. കൊടുത്ത കുഞ്ഞിന് അച്ചൂര് വറക്കുന്നുണ്ട് കേട്ടോ. അച്ചു വറക്കിന് പോകുമ്പോൾ കുഞ്ഞിന് കുറച്ച് ചോറ് കൊടുത്തേക്കാന്ന് വെച്ചു. അതിനിങ്ങനെയുള്ള ദിവസങ്ങൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ തിന്നു തുടങ്ങി ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങളോ പൂതികളോ ഉണ്ടെങ്കിൽ പറഞ്ഞു അമ്മ ഉണ്ടാക്കിയാണ്. പുളിയിഞ്ചി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൊന്നു പോയിട്ട് 3 ദിവസം അപ്പൊ അങ്ങനെ അവൾ അതാണ് ഞങ്ങളോട് ചോദിച്ചിട്ടുള്ളൊരു ആഗ്രഹം. ആദ്യത്തെ ഓരോന്നോരോന്നും ഉണ്ടായിക്കോളണം. ഇന്നാളത്തെ ബിരിയാണി അല്ലേ, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തോണ്ട് പോയി കാണും. ബിരിയാണി വേറെ ഒന്നും വേണ്ട, കഴിക്കാൻ ടെൻഷനായിട്ട് തടി തങ്ങിയാണ്. അല്ലെങ്കിൽ ഒരു ആ റൈസ് ഇങ്ങനെ കോഴിക്കോട്ടൊന്നും ഉണ്ടായില്ല. നമുക്ക് ആ ഗ്രേവി റൈസ് ഉണ്ടായിരുന്നു. പക്ഷെ മട്ടൻ കണ്ടിട്ട് കാര്യം മറന്നു. എത്ര മട്ടൻ മേടിച്ചത്? എല്ലാം വിലയൊക്കെ മുട്ട മേടിച്ചിട്ടില്ല, ഭയങ്കര റേറ്റാ. മേടിച്ചിട്ടില്ല. അങ്ങനെ മേടിക്കുമ്പോൾ പിന്നെ ചിക്കൻ മേടിക്കും. ആകെ എൻ്റെ കാശുണ്ടെങ്കിൽ നമുക്ക് 2-3 ചിക്കൻ മേടിക്കാം. ഞാൻ
ഞാൻ പറയാറില്ല. നമ്മൾ കൂടുതലായിട്ട് അങ്ങട് ആഗ്രഹിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവാന്ന് അറിയില്ല. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ചോറിന് ഒരു ഭയങ്കര ആഗ്രഹം തോന്നും. അങ്ങനെ ഒരു ദിവസമായതുകൊണ്ട് ഞാൻ 5 മണിയാകുമ്പോൾ എണിച്ചുട്ടോ ഞാന്. കുറേ ദിവസമായി പറഞ്ഞു നമുക്ക് നേരത്തെ എങ്കിലും 5 മണിയാകുമ്പോൾ എണീച്ച് നമ്മുടെ പണിയോട് കഴിക്കണം. പക്ഷെ ഒന്നും നടക്കില്ല. പക്ഷെ ഇന്ന് എനിക്ക് കുഞ്ഞിന് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ആഗ്രഹത്തിന് എണീച്ചതാ. നടന്നില്ല. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുട്ടിക്ക് ഒരു ഭാഗ്യമില്ല ഇങ്ങനത്തെ. അത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ അതും ഭാഗ്യമില്ല. അങ്ങനെ നമ്മൾ ദേ ഉപ്പേരിക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ടു, കുത്തിമുളകിട്ടു, മുളകും പൊടി ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇനി നന്നായി ചെറുപറാന്ന് വറുത്ത് പോയി അതിലേക്ക് നമ്മുടെ ഉണക്കപ്പയർ വേവിച്ചതാണ് ഇട്ട് കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മുടെ മീൻ വറക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഒക്കെ ചെയ്യണത്. അങ്ങനെ നമ്മുടെ മീൻകറി ദേ ഇപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻകറിയുടെ അവസ്ഥയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ. അപ്പോൾ അയില ഫ്ലോപ്പാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഫ്രീസറിൽ വെച്ച മത്തി എടുത്ത് കഴിഞ്ഞാൽ അതും എങ്ങനെയുണ്ടെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കണ്ടു. 500 രൂപയ്ക്കാണ് കേട്ടോ ഞങ്ങൾ അന്ന് മീൻ മേടിച്ചത്. ഞങ്ങൾക്കിപ്പം 2 ദിവസം മീൻ കറി കൂട്ടാം, ഒരു ദിവസത്തേക്ക് സാമ്പാർ, മത്തി വറുത്ത് കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ ആയി. ഇപ്പം മീന് നല്ല വിലയുണ്ട്. അപ്പം നമ്മളിപ്പോൾ വില പേശിയിട്ട് കാര്യമില്ല, കഴിക്കാൻ ആഗ്രഹം തോന്നി എന്ത് ചെയ്യുക. അപ്പോൾ അങ്ങനെ കുണുക്കന് കുണിക്ക് കുറേ ദിവസമായി മീൻ കറി ചോദിക്കുന്നവർക്ക് മീൻ കറിയാണല്ലോ ഇഷ്ടം. നമ്മുടെ പഴയ വീഡിയോ കാണുന്നവർക്ക് കുണുക്കന് കുണിക്ക് മീൻ കറി കൂട്ടി ചോറിന് ഭയങ്കര ഇഷ്ടം. മത്തി വറക്കുമ്പോഴേ മത്തിയുടെ സ്മെല്ല് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നിട്ടാ മത്തി അത്ര ഗുണമൊന്നുമില്ല, നമ്മുടെ കാശ് വെള്ളത്തിലായിന്ന്. എന്താ എന്നേട്ടൻ പറഞ്ഞ്? ഒന്നും പറഞ്ഞില്ലേ. ഞാൻ എന്നേട്ടൻ എന്തോ വിളിച്ചു എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതേ മത്തി വറക്കാൻ വെച്ചു. അപ്പോഴേക്കും ചട്ടി അടുപ്പത്ത് വെച്ചു. അവസ്ഥകളൊക്കെ ഉണ്ട്. മീൻകറി ഞാൻ അങ്ങനെ കൊണ്ട് കളഞ്ഞു കേട്ടോ. ഇന്ന് വെച്ച മീൻകറി അയിലക്കറി. അയിലക്കറിയും കളഞ്ഞു, മസാല പറ്റിനും കളഞ്ഞു കേട്ടോ. വേസ്റ്റ് ഡപ്പയിലേക്ക് ഇട്ട് വെച്ചു. ഇതും വേസ്റ്റ് ഡപ്പയിലേക്ക് പോകുന്നൊക്കെ തോന്നുന്നു സ്മെല്ല് കേൾക്കുമ്പോൾ. എന്താ വിഷമം വെച്ചിട്ടാ കുഞ്ഞ് കുറേ നാക്കിച്ചിട്ടാ ഹായ് മീൻകറി എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞു പോയി ഇറക്കുന്നത്. അമ്മ മീൻകറി ഒക്കെ ഉണ്ടാക്കി വെക്കും. അമ്മ ഉണ്ടാക്കാനില്ല. ചമ്മന്തി അല്ല, പയറൊക്കെ ഹൈലൈറ്റ് പഴം രസത്ത് പയർ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലല്ലേ? ഇല്ലല്ലോ. ഒക്കെ കണക്കടാ. അല്ലെങ്കിൽ നമ്മളെ പണ്ടത്തെ പയറൊക്കെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. കുത്തി കഴിച്ചിട്ട് ചാരണി വായന്ന് അറിയ ചോറാണ്. ഇപ്പത്തെ പയറൊന്നും ടേസ്റ്റ് ഇല്ല കേട്ടോ. ഇന്നാളൊരിക്കൽ കിട്ടിയിട്ടാ പയർ. അത് നല്ലതായിരുന്നില്ല. കുറേ നാൾക്ക് ശേഷം അതാണെങ്കിൽ ഞാൻ വൃത്തിയൊക്കെ പയർ നിറച്ച് ചണ്ടിയും ഇതൊക്കെ ആയിരുന്നു. എന്നാലും വേണ്ടില്ല, ടേസ്റ്റ്. എണ്ണയുടെ മുളാണ് ഇങ്ങനെ വണക്കുമ്പോൾ വേറെ തോന്നുന്നുണ്ട്. മേല് കഴിക്കുമ്പോ വലിയ കുഴപ്പമില്ലായിരുന്നു അല്ലേ? എന്തൊക്കെ മായം ചേർത്തിട്ടാണ് എണ്ണ കറക്കി വെച്ച് ചൂടായി കഴിഞ്ഞു. എണ്ണ വെളിച്ചെണ്ണയാണ് കഴിക്കുന്നത്. ഇനിയിപ്പോ ഞങ്ങളുടെ ഷോപ്പിന്റെ അവിടെ ആട്ടി വിൽക്കുന്ന സ്ഥലം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്ന് പോയി നോക്കട്ടെ കേട്ടാ. ഇന്നത് മേടിച്ചിട്ടുള്ള കല്ല് മേടിച്ചിട്ട് ഷോപ്പിൽ പോകട്ടെ നമുക്ക്. അതിനായിട്ടൊരു 1000-2000 പോകാൻ പറ്റും. എന്താ അങ്ങനെ വെക്കാം, ചമ്മന്തി അങ്ങോട്ട് വെക്കാം, ചെറിയ പാത്രത്തിലാക്കിയിട്ട്. ചിക്കനുള്ള മസാല ഒക്കെ സെറ്റ് ചെയ്തിരിക്കല്ലേ. പാത്രമൊക്കെ തൊട്ടിരുന്ന അപ്പോൾ നമ്മളങ്ങനെ തോറ്റ് പിന്മാറാൻ പറ്റുമല്ലോ വെച്ചിട്ട് രാവിലെ തന്നെ ഞാൻ ചിക്കൻകാരനെ വിളിച്ചിട്ട് ഇനി മീൻ ഇല്ലെങ്കിൽ ഇനി വേറെ എന്ത് കറി, പരിപ്പ് കറി വെച്ചാൽ അച്ഛനും അത്ര ഇഷ്ടമൊന്നും കേട്ടോ. അപ്പോൾ ഞാൻ 2 കിലോ ചിക്കൻ പറഞ്ഞു. 2 കിലോ ചിക്കനിൽ കുറച്ച് കറി വെച്ചു, കുറച്ച് വറുത്തു, കുറച്ചും കൂടി കറി വയ്ക്കാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സബോളയൊക്കെ നന്നാക്കി കറി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ടൈം അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതൊക്കെ മനസ്സിലായി. നമ്മുടെ മുളകിട്ട ചിക്കൻ കറി അതാകുമ്പോൾ ചോറിലേക്ക് എല്ലാത്തിലേക്കും അങ്ങോട്ട് പൊക്കോളൂല്ലോ. അങ്ങനെ നമ്മൾ ഈ 3-4 തക്കാളി അരിഞ്ഞിട്ടു, എണ്ണയിലിട്ട് വാട്ടി അതൊക്കെ പേസ്റ്റ് പോലെ. അതിന് ശേഷം നമ്മൾ പേസ്റ്റ് പോലെ വെച്ചാൽ വാട്ടിയിട്ട് ഇങ്ങനെ നല്ല പേസ്റ്റ് രൂപമാവണം കേട്ടോ തക്കാളി. അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിട്ടു. എണ്ണ മൂത്ത വശം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടാം കേട്ടോ. പക്ഷെ ആ സമയം ഇപ്പോൾ എൻ്റെ കയ്യിൽ നന്നാക്കി കിട്ടിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആദ്യം തക്കാളി നന്നാക്കി. അങ്ങനെ തക്കാളിയൊക്കെ നന്നാക്കി അതിൻ്റെ ഇടയിൽ നമുക്ക് കസ്റ്റമർ വന്നിട്ട് നമ്മുടെ ഈ ഷോപ്പിൽ ഇരുന്നിട്ടാണ് ഈ വീഡിയോ എഡിറ്റിങ്. കാരണം കുറേ ആൾക്കാർ നമ്മുടെ ഇങ്ങനെ എന്താ വീഡിയോ ഇടാത്തേന്ന്. അപ്പോൾ ഇതാണ് കാര്യം. ഞാൻ എത്ര ഇട്ട് തുടങ്ങിയതാ വീഡിയോ എഡിറ്റിങ്. അപ്പം ആരെങ്കിലും വരും,
അപ്പോൾ നിർത്തും. അതിൻ്റെ ഇടയിൽ ഫോം ബുക്കിംഗ് വരും. അപ്പോൾ അത് കൊറിയർ ചെയ്യാൻ പാക്ക് ചെയ്യാൻ വയ്ക്കും. അങ്ങനെ മൊത്തത്തിൽ ബിസിയാണ്. ബിസി ആവട്ടെ, എനിക്ക് കഷ്ടപ്പെടാൻ എനിക്ക് വിഷമമില്ല. അങ്ങനെ ഒരു പുതിയ ബിസിനസ് കൂടി തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വീണ്ടും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എപ്പോഴും പറയണതാണ് നമ്മൾ ഫുഡിൻ്റെ കാര്യം എന്ത് ചെയ്ത് നോക്കുന്നത്. ആലോചിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നല്ല അല്ലാണ് കേട്ടാ. നല്ല പരിപാടിയാണ്. പറഞ്ഞിട്ട് അല്ലേ, എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. ചിന്തിച്ചിട്ട് വേണം. ആ നമ്മള് കഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് എന്തെങ്കിലും നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളൊക്കെ നമ്മൾ നോക്കും, നമുക്കും കാര്യങ്ങൾ ചെയ്ത് അപ്പോഴേക്കും നമ്മുടെ കുണുക്കമ്മ വിളിച്ചു. വേണ്ട ഡബ്ബി തോണ്ടിരിക്കുമ്പോഴേക്കും കുണുക്കമ്മ വിളിച്ച്, വേറെ ഒന്നിനല്ല, ഇന്ന് പുറത്തേക്കൊന്നും പോണില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഉണ്ണിയെ പുറത്തേക്ക് പോവാന്ന് പറയുമ്പോഴേക്കും കൊണ്ടുവന്ന് നമ്മളത് കറിയാക്കി അടപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മസാലയൊക്കെ ഉണ്ടാക്കി വെച്ച് ചിക്കൻ വന്നപ്പോൾ കഴുകിയാൽ ഇട്ട് കൊടുത്തു. നമുക്ക് അതിൻ്റെ ടൈമില്ല നിൽക്കാൻ. ഏകദേശം സമയമൊക്കെ ആയി തുടങ്ങി. നമുക്ക് യൂണിഫോം തേക്കണം, കാര്യങ്ങളുണ്ട്. ഞാൻ യൂണിഫോം തേക്കാൻ പോകണം. ഇവിടെ ഒരാൾ നോക്കാട്ട് കേട്ടോ. മൂടാതെ മൂടിയിട്ട് ചിക്കൻ വേവട്ടെ. ഇവിടെ ചിക്കൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. അയ്യോ, അത് പറയുമ്പോഴേക്കും എൻ്റെ കുണുക്കമ്മ ഫോൺ കട്ട് ചെയ്യലും കഴിഞ്ഞ് പോരും കഴിഞ്ഞിട്ടാ. അങ്ങനെ നമ്മളിതേ അടുത്ത പരിപാടി എന്താ വെച്ചാൽ കോഴിമുട്ട പുഴുങ്ങിയിട്ടാ. കുണുക്കി സ്നാക്സിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ വിചാരിച്ച പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ തെറ്റിയില്ല. അപ്പോൾ എല്ലാം തകടം പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് വറുത്ത് നമ്മുടെ എയർ ഫ്രയറിൽ വറുക്കാം, കുറച്ച് കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഓരോന്ന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഴപ്പമില്ലാണ്ട് വയറ് ഫില്ലാവുമല്ലോ. അല്ലെങ്കിൽ അവർ രാവിലെ ഒന്നും കഴിക്കാണ്ട് പോകും ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അതിനായിട്ട് ഷേവ് ചെയ്യാൻ പാകത്തിന് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞ തിക്കും തിരക്കാണ്. അതിൻ്റെ ഇടയിൽ ഒരാൾ വന്ന് നിൽക്കണമെങ്കിൽ ഇപ്പം പരാതി ഉണ്ണിക്ക് ഇപ്പം എന്നോട് സ്നേഹം ചേച്ചിനെ ബുദ്ധിമുട്ടിക്കണ അടക്കളയിലാന്ന് ചേട്ടൻ ചെയ്യില്ല. എന്ത് ചെയ്യും, എന്ത് ചെയ്യവരൊക്കെ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് എല്ലാവർക്കും എന്ത് കാര്യത്തിന് ഞാൻ വേണം. ഇവരിങ്ങനെ എന്താണാവോ. കുറച്ച് കഴിയുമ്പോൾ ഇതിന് വേണ്ടിയല്ല, നിങ്ങൾക്ക് മാത്രം എന്നെ വേണ്ടിയുള്ളൂ. മക്കളൊക്കെ ഒരു പ്രായം വരെ അമ്മമാരും അച്ഛന്മാരൊക്കെ വേണ്ട. അത് കഴിഞ്ഞ മക്കൾക്ക് വേണ്ട. സ്വന്തം ഒറ്റയ്ക്ക് ചെയ്യാറില്ല കേട്ടോ. അതാണ് സത്യം. ഒന്നുമല്ല. അത് ഊണല് പൊന്ത് ഞാൻ ഷേവ് ചെയ്ത ഊണല് പൊന്തിന് പോരെ. ഒക്കെ തരികട ചെയ്യില്ല, ചെയ്യാൻ ശ്രമിക്കില്ല. ചെയ്ത് നോക്കണ്ടേ. പറഞ്ഞൊന്നും മറന്നു. ഉണ്ണിക്ക് എന്നോട് സ്നേഹമില്ല, പരിഭവമായി, പിണക്കായി. അപ്പോഴേക്കും ഇപ്പം ചെറുക്കിൻ്റെ കൂടെ എന്താശ ചില സമയത്ത് വൈകി. അപ്പം ഇന്ന് രാവിലെ തൊട്ട് ഞങ്ങളൊരു ഫുഡ് എന്താ വെച്ചാൽ ഒരു കാപ്പി കുടിച്ചു വിത്തൗട്ട്, 2 ഏറോട്ട് ബിസ്ക്കറ്റ് കഴിച്ചു, 2 ഞാൻ കഴിച്ചു, 2 എന്നിട്ട് കഴിച്ചു. പിന്നെ എന്താ, ഒരു ആപ്പിളും ഒരു കുഞ്ഞ് പേരക്കുണ്ടെന്ന്. അതാണ് ഇന്നത്തെ ഒരു ഫുഡ്. സമയം 6:45. അപ്പോൾ നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാനും പറ്റില്ല. അങ്ങനെയുള്ള തിക്കും തിരക്കൂട്ടാ. അങ്ങനെ യൂണിഫോമൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്തൊക്കെ വെച്ചപ്പോഴാണ് ഓണാക്കിയിട്ടില്ല. ഇസ്തിരിപ്പെട്ട് ഓണാക്കിയിട്ടില്ല. എന്നിട്ട് വേഗം അപ്പോഴേക്ക് പോയിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോഴേക്ക് ഇത് ചൂടായി കണ്ട. അതാണ് നെഞ്ചത്തൊരു അടി അടിച്ച് പണ്ടാ ഓണാക്കിയിട്ടില്ല. നമ്മൾ ഈ തിക്കും തിരക്കിൻ്റെ ഇടയിലായിരിക്കും. അപ്പോൾ ഇനി എന്തായാലും എനിക്കിടാനുള്ള ചുരിദാർ കൊണ്ട് എടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് തേച്ച് പോവാന്ന് വെച്ചു കൂട്ടാം. അങ്ങനെ ഉണക്കൊടുക്കേണ്ടി ഉണക്കിയിട്ട് യൂണിഫോം എൻ്റെ ഡ്രസ്സും തേക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇതാണ് നമ്മൾ അർജൻറ്റായിട്ട് ഇരിക്കുന്നവരെ നേരത്തെ ആയിരിക്കും ഇങ്ങനെ എന്തെങ്കിലും അമ്പിളി വിറ്റിട. ഒന്നാമത്തെ ഇസ്തിരിപ്പെട്ടാണെങ്കിൽ ചൂടാവണേ ഇല്ല. ഇനി ഓണൊക്കെ വല്ല ഓഫർ വന്നിട്ടുണ്ട് ഒരു ഇസ്തിരിപ്പെട്ട് മേടിക്കുക വെച്ചിട്ട്. അങ്ങനെ ഏകദേശം നമ്മുടെ യൂണിഫോമൊക്കെ തേച്ച് അവിടെ ഇട്ടതിന് ശേഷം ഞാൻ നമ്മുടെ ഉണ്ണുകൾക്കുള്ള ലഞ്ചും സ്നാക്സും ആക്കാൻ വേണ്ടി വന്നിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ലഞ്ച് ബോക്സിലേക്ക് ഇതേ കുറച്ച് ചോറൊക്കെ ഇട്ടു. കുറച്ചുള്ളോട്ടെ. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാട് തോന്നണ ഉണ്ണികൾ കുറേ ഭക്ഷണം കഴിക്കുന്നതൊക്കെ കമൻറ്റ് വന്ന കാരണം ചോദിക്കുക. കുറച്ചുള്ളത് അതിങ്ങനെ പരത്തിയിട്ടാണ് ഇടുന്നത്. ചെറിയ കയ്യിലോണ്ടാണ് ഞാൻ കോരി ഇടുന്നത് കേട്ടോ.
വേഗനെ അങ്ങനെ നമ്മൾ ചോറൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ കോഴിമുട്ട കൊത്തി പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എന്താ വെച്ചാൽ പൊതിച്ചോറല്ല ഉദ്ദേശിച്ചത്, പൊതിച്ചോറിന് ഞാൻ ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സെറ്റ് ചെയ്താ. അപ്പോൾ പിന്നെ ഓംലേറ്റ് വേണ്ട, കൊത്തി പൊരിച്ച കൊടുക്കാം. ഓംലേറ്റ് നമ്മളെ ഒരു തിന്നില്ല, കൊത്തി പൊരിച്ച പിന്നെയും കഴിക്കും. അപ്പോൾ കുടിക്കോളും മതി മതി അത് മതി മതി എന്ന് പറയാനാണ് അവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതേ പയറുപ് നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ മക്കൾ ഭക്ഷണം ആക്കണോടത്ത് വന്നിട്ട് മതി മതി എന്ന് പറയാം. അപ്പോൾ അതേ ചമ്മന്തി ഇട്ടപ്പോൾ കുളിക്കുക, ചമ്മന്തി കുറേ ഇട്ടു, അപ്പുറത്ത് വരല് കണ്ട് അതാട്ടാ. അങ്ങനെ ഒരു കുട്ടികൾക്ക് ചോറിനാൻ പാകത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. സ്കൂൾ വന്ന് ആ ചോറിന് മാത്രം തുറക്കുമ്പോൾ അവിടെ നോക്കി അപ്പോൾ കുളിക്കുമ്പോൾ കോഴിമുട്ട പുഴുങ്ങി തേക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഉണ്ണി കോഴിമുട്ട ലഞ്ചിലേക്കാണെന്ന് പറഞ്ഞു, ലഞ്ചല്ല സ്നാക്സിലേക്ക് വെക്കാനാണ്. അപ്പോൾ അത് അവിടെ അവിടേക്ക് തന്നെ വെച്ചു വിട്ടാ. അങ്ങനെ ചിക്കൻ വറുത്തത് അവർക്ക് ഈ ദശ പീസാണെങ്കിൽ അവർ കഴിക്കുക, ഈ എല്ലമ്മൊന്ന് കടിച്ചെടുക്കുന്ന പരിപാടിയൊന്നും അവർക്ക് അറിയില്ല. അങ്ങനെ ദശ പീസ് ഉള്ളതൊക്കെ എടുത്തിട്ടു. അങ്ങനെ ചിക്കൻ വറുത്തതും പയറുപ്പേര് മുട്ട കൊത്തി പൊരിച്ച് ചമ്മന്തി, ഇതൊക്കെ മതിയല്ലേ ചോറിന്? ആഹാ അന്തസ്. അല്ല എനിക്ക് നമുക്കങ്ങനെ ചോറ്റുപാത്രം ചോറ് കാണുമ്പോൾ വായിൽ വെള്ളം വരില്ലേ? എനിക്ക് വന്നോട്ടെ നല്ല കൊതി തോന്നി. അപ്പോഴാണ് അതിനേട്ടൻ പറയുന്നത്, ഉണ്ണി നമുക്ക് ഉച്ചത്തേക്ക് കുറച്ച് ചോറ് എടുത്താൽ. ഞങ്ങൾ ഓൾറെഡി കൊണ്ടുപോകാന്ന് വെച്ചു, പിന്നെ പ്ലാനൊക്കെ മാറിയപ്പോൾ ഞാൻ വെച്ചു വേണ്ട ചോറ് വേണ്ട വെച്ചു. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഒരു ആഗ്രഹം അല്ലേ കേട്ടാ? തീർച്ചയായിട്ടും. എന്നിട്ട് കഴിച്ചാ കുറച്ച് രണ്ട് ഉരുള അപ്പോഴേക്കും ഉണ്ണികളൊക്കെ നമ്മൾ കൊടുത്ത്. അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതേ എയർ ഫ്രയറിലിട്ട് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഇതേ പാത്രം നന്നായി തുടച്ച്, ഒരു വെള്ളം തന്നെ ഉണ്ടാവുമല്ലോ കഴുകിയതിൻ്റെ, അപ്പോൾ അതൊക്കെ ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായി തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് വറുത്തിട്ടു. അപ്പോൾ കുടിക്കുമ്പോൾ പറയേണ്ടത് ഈ പാത്രത്തിലാക്കണം, അതാക്കണം, ഇതാക്കണം എന്നൊക്കെ മൂപ്പരുടെ ചർച്ചയാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ ആക്കിയതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കുടിക്കുമ്പോൾ പറഞ്ഞു, അമ്മ അതിലേക്ക് നേരെ ഒഴിച്ചോ പരത്തി ഒഴിച്ചോ എന്നൊക്കെ പറയണ്ട. കുലിക്കാലും വരുന്നില്ല. അങ്ങനെ കുറച്ച് കുലുക്കി അതൊക്കെ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഓരോ കോഴിമുട്ട പുഴുങ്ങിക്കൊണ്ട് വെച്ചു കൊടുത്തപ്പോൾ അവരെ സ്നാക്സ് ബോക്സ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നേരം വയറ് ഫില്ലാവാനുള്ള അത്രയ്ക്ക് എന്താണെന്ന് വെച്ചാൽ കോഴിമുട്ട പുഴുങ്ങിയത് കഴിക്കുകയാണെങ്കിൽ നല്ലതല്ലേ. അങ്ങനെ നമ്മൾ അതൊക്കെ തുടച്ച് സെറ്റ് ചെയ്തു, അതൊക്കെ അടച്ച് വെച്ചു. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ കുണിക്കയ്ക്ക് ചോറ്റും പാത്രം ടൗലുകൊണ്ട് കെട്ടിയിട്ട് വേണം വയ്ക്കാൻ. മൂപ്പർക്ക് അത് കെട്ടാണ്ട് കൊണ്ടുപോകുമ്പോൾ ഒരു മടി. അപ്പോൾ ചേച്ചി ചോറ്റും പാത്രം കെട്ടി കൊടുത്തേക്കും. അങ്ങനെ ചിക്കൻ വറുത്തത് ബാക്കിയുണ്ടായത് ഒരു ചെറിയ പാത്രത്തിലാക്കി അത് മാറ്റി വെച്ചു. അതൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ഉള്ള വെള്ളം ബോട്ടിൽ വെള്ളമൊക്കെ ആക്കി വെച്ചു കേട്ടോ. അപ്പോൾ കന്നേട്ട പുറത്തു നിന്ന് എന്തോ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതിന് മറുപടിയും പറയുന്നുണ്ട്. കുളിക്കുമ്പോഴുള്ള ചോറ്റുപാത്രമാണ് കേട്ടോ ആദ്യം പുതിയത്. അങ്ങനെ ചോറ്റുപാത്രം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി വെച്ചു. മടക്കി വെച്ചപ്പോൾ കുളിക്ക് പെട്ടെന്ന് എടുത്തിട്ട് ചോറ്റുപാത്രം താഴത്ത് വീണാൽ വെച്ചപ്പോൾ ഒരു കെട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കെട്ടി അത് ഇറക്കി വെച്ച് കൊടുത്തു. ദേ സ്നാക്സ് ബോക്സ് ഇറക്കി കൊടുത്തു. ഇനി ചിക്കൻ വറുത്തതിൻ്റെ പാത്രം, വെള്ളം പാത്രം, ഓക്കെ. അങ്ങനെ കുളിക്കുമ്പോൾ ലഞ്ച് ബാഗ് റെഡി. നമ്മുടെ കുളിക്കുമ്പോൻ്റെ പരിപാടി. അപ്പോൾ കുളിക്കുമ്പോൾ പറഞ്ഞു, അമ്മ എനിക്ക് ടവല് പൊതിയൊന്നും വേണ്ട, ഞാനത് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് വിരിച്ച് വെച്ചോളാമെന്നാണ് കേട്ടോ. അതാണ് കൊടുക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് പറയണത്. അപ്പോൾ ശരി ഓക്കെ. അവൻ്റെ ചുറ്റുപാത്രം ഇറക്കി വെച്ചു. അങ്ങനെ അല്ല സ്നാക്സ് ബോക്സിന് മുകളിൽ ടവലുണ്ട് കണ്ട, ആ ടവലും ആ ചെറിയ കൂട്ടാൻ പാത്രം വെള്ളം കുപ്പി കൊണ്ട് വെച്ചപ്പോൾ അവരുടെ പരിപാടി ഉണ്ട്. അപ്പോൾ അനുവായിട്ട് ഇതപ്പോൾ അവിടെ വന്ന് പറഞ്ഞു, നമുക്ക് കുറച്ച് ചോറ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ ഉണ്ണോർക്കുള്ള ചിക്കൻ കറി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സ്കൂളിലേക്ക് ചിക്കൻ കറി കൊടുത്തേക്കില്ല, ചിക്കൻ വറുത്തതുണ്ട്. അപ്പോൾ പാത്രത്തിൽ ചിക്കൻ കറി വെച്ചത് സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ബ്രെഡോ എന്തെങ്കിലും ഒന്ന് മേടിച്ചാൽ ചിക്കൻ കറി കൂട്ടിയിട്ട് അവർക്ക് കൊടുത്താൽ മതി ട്യൂഷന് പോകുന്ന നേരത്ത് എന്ന് കേട്ടോ. അപ്പോൾ അതാ പറഞ്ഞു, നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമില്ല ഓരോ ദിവസം നമ്മുടെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ചിക്കൻ കറിയൊക്കെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അതിനായിട്ട് വന്നിട്ട് ചോറാക്കാം. പിന്നെ കുറച്ച് ചോറും ഉച്ചയ്ക്ക് കോഴിമുട്ട പുഴുങ്ങിയത് കൊണ്ടുവേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ആക്കി. അപ്പോൾ ഞങ്ങൾ കുറച്ച് പയറുപ്പേരി വെച്ചു. പിന്നെ ഒരു തരി ചമ്മന്തി ഇട്ടു. പിന്നെ ഒരു തരി കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞാനിന്ന് അച്ഛന് വർക്കുണ്ട് കേട്ടോ, പോകുമ്പോൾ ഒരു ചെറിയ കാസറോളുണ്ട്, അതിൽ നിങ്ങൾക്ക് രണ്ടാൾക്കുള്ള ഫുഡും ഒക്കെ ആക്കിക്കോ, ചെറിയ കൂട്ടാൻ പാത്രത്തിൽ ചിക്കൻ കറി ആക്കിക്കോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആക്കാൻ നിൽക്കാൻ നേരില്ലാത്തതാണ്. പിന്നെ കുറച്ച് നമ്മുടെ നാരങ്ങച്ചാൻ കൂടി ആക്കിയപ്പോൾ നമ്മുടെ ചോറ്റും പാത്രം സെറ്റ്. ചിക്കൻ കറി ഉള്ളിടക്കുള്ളത് ചിക്കൻ കറി ഞങ്ങൾ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനേട്ടൻ പറഞ്ഞു, നമുക്ക് ആപ്പിൾ പഴം എടുത്ത് വയ്ക്കാം, ആ പാത്രം തരണം. അപ്പോൾ ആ പാത്രം ഞാൻ കൊടുത്ത് വെച്ചു. അപ്പോൾ അതിൽ ഇനി അതിനായിട്ട് കൊണ്ടുവന്നില്ല. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആപ്പിളും പഴമൊക്കെ ആക്കി വെക്കുന്നുണ്ട്. ഇനി അതവിടെ പോയി കഴുകി അതിനായിട്ട് കഴുകി കൊടുത്തു. കഴുകിയതാണ് അതിനായിട്ട് കഴുകാൻ കൊടുത്തു. ഇനി കഴുകിയിട്ട് അതങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അതിൽ ഈ ഷോപ്പിൽ 2 ബോട്ടിൽ വെള്ളം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബോട്ടിൽ കൂടി വെള്ളമൊക്കെ ആക്കി അതും കൊണ്ട് വെച്ച്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം. ബായ്.